التمسك بالأثر نجاه. محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അല്ലാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തില് ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അല്ലാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിന്റെ വായനയിലാണ് നാം. അൽഹംദുലില്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മനുഷ്യരെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശമനമായിക്കൊണ്ട്, അതിന്റെ ചികിത്സയായിക്കൊണ്ട് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ കൊണ്ടുവന്നു. അതിലൊന്നാമത്തേത് പരിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തേത് ദുആ ആണെന്നുമാണ് നാം പറഞ്ഞത്. വദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ, മരുന്നുകളിൽ ഏറ്റവും പ്രയോജനപ്രദമായ മരുന്നാണ് ദുആ എന്നാണ് ഇമാം അവറുകൾ സൂചിപ്പിച്ചത്. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രത്യേകമായ ഒരു അധ്യായം കൊണ്ടുവന്നിരിക്കുകയാണ്. ഫസ്ലുൽ അൽ ഇൽഹാഉ ഫി ദുആ, ദുആഇൽ ഇൽഹാ ചെയ്യൽ, ഇൽഹാ ഉണ്ടാക്കൽ. ഇൽഹാ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് തുടരെ തുടരെ താണുകേണ് അപേക്ഷിക്കുന്നതിനാണ് ഇൽഹാ എന്ന് പറയുന്നത്. ദുആ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദുആഇനെ സംബന്ധിച്ച് ഇമാം അവറുകൾ നേരത്തെ വിശദീകരിച്ചു. അതിന് ശക്തി കൂടും, ശക്തി കുറയും. എത്ര ശക്തി കൂടുന്നുവോ അതിനനുസരിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ദുആഇന്റെ ശക്തി വർദ്ധിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ആദാബുകളാണ്, ചില മര്യാദകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാമത് ആവർത്തിച്ച് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കലാണ്. ഇമാം അവറുകൾ പറയുന്നു, വമിൻ അൻഫഇൽ അദ്വിയതി അൽ ഇൽഹാഉ ഫി ദുആ, മരുന്നുകളിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ് ദുആഇൽ ഇൽഹാ ചെയ്യൽ. അതായത് തുടരെ തുടരെ ആവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കൽ. وقد روى ابن ماجه في سننه من حديث أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لم يسأل الله يغضب عليه. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ അല്ലാഹുവിനോട് ചോദിക്കാതിരിക്കുന്നവൻ, അല്ലാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നില്ല എങ്കിൽ അവന്റെ മേൽ അല്ലാഹു കോപിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തുടരെ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. എത്രയധികം ചോദിക്കുന്നുവോ അത്രയും അല്ലാഹുവിന് ഇഷ്ടമാണ്.
എന്നാൽ ആരെങ്കിലും ചോദിക്കുന്നില്ല എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വീകാര്യയോഗ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ദുആ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ഹാക്കിം ഉദ്ധരിച്ച വഫീ സ്വഹീഹിൽ ഹാക്കിം മിൻ ഹദീസ് അനസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ലാ തഅജസു ഫി ദുആ ഫഇന്നഹു ലാ യഹ്ലികു മഅ ദുആഇ അഹദുൻ. ദുആഇന്റെ കാര്യത്തിൽ നിങ്ങൾ അശക്തി കാണിക്കരുത്, ദുർബലത കാണിക്കരുത്. ദുആഇനോട് കൂടെ ആരും തന്നെ നശിച്ചു പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ ചില ദുആകളുണ്ട്, എങ്കിലും അതിന്റെ ആശയം ദുആഇന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നതാണ്. മറ്റൊരു ഹദീസ്, മറ്റൊരു ഉദ്ധരണി കാണാം, ഇമാം ഔസാഇ റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്, പക്ഷെ അതിൽ ചില ദുആകളുണ്ട്. وذكر الأوزاعي عن الزهري عن عروة عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن الله يحب الملحين في الدعاء. ദുആഇൽ ഇൽഹാഹ് ചെയ്യുന്നവരെ, അതായത് തുടരെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതും അതിന്റെ ആശയം ശരിയായ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. ആ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അതിനുശേഷം ഇമാം അവറുകൾ കൊണ്ടുവരുന്നത്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്റെ കിതാബ് സുഹുദിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഉപമയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഖതാദ റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല മുവല്ലിഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ വജദ്തു ലിൽ മുഅ്മിനി മസലൻ, മുഅ്മിനിന് ഞാൻ ഒരു ഉപമയും കാണുന്നില്ല, ഇല്ലാ റജുലൻ, ഒരു മനുഷ്യന്റെ ഉപമയല്ലാതെ. സത്യവിശ്വാസി ഭൂമിയിൽ ജീവിക്കുന്നത് ഒരാളെ പോലെയാണ്, ഒരു മനുഷ്യനെ പോലെയാണ്. ഏതാണ് ആ മനുഷ്യൻ? റജുലൻ ഫിൽ ബഹരി അലാ ഖശബ, അവൻ സമുദ്രത്തിൽ ഒരു മരത്തടിയുടെ മുകളിലാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനോടാണ് ഒരു സത്യവിശ്വാസിയെ ഉപമിച്ചിരിക്കുന്നത്. ആ മനുഷ്യനാകട്ടെ യാ റബ്ബി യാ റബ്ബി ലഅല്ലല്ലാഹ അസ്സ വജല്ല അൻജിയ, ആ മരക്കഷണത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് സമുദ്രത്തിന്റെ നടുവിൽ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും എന്നുള്ളതായ പ്രതീക്ഷയിൽ. ഈ മനുഷ്യനെ പോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ ഉപമ എന്ന് ഇമാം മുവല്ലിഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ്. ഒരു വിശ്വാസി ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, എത്രത്തോളം അവൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, എത്ര അധികം അള്ളാഹുവിനോട് അവൻ താണു കേണ്ടുകൊണ്ട് അപേക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. സമുദ്രത്തിൽ തിരമാലകൾ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു മരക്കഷണം, ചെറിയൊരു മരക്കഷണം, ആ മരക്കഷണത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോ എത്രയധികം മനസ്സാന്നിധ്യത്തോടെ, എത്രയധികം ഉണർവോട് കൂടിയിട്ട് അവൻ പ്രാർത്ഥിക്കുമോ, അതേപോലെയായിരിക്കണം ഒരു വിശ്വാസി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ആവർത്തിച്ചുകൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് എത്രയധികം അള്ളാഹുവിനെ വിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യക്ഷമായ പല അടയാളങ്ങളും പല ലക്ഷണങ്ങളും പ്രകടമായിരിക്കെ ഫിത്നകള്, വലിയ ആശയക്കുഴപ്പങ്ങള്, ഫിത്നകൾ, ശുബ്ഹത്തിന്റെ ഫിത്നകൾ, ളലാലത്തിന്റെ കക്ഷികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാചിന്റെ സൈന്യം കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കെ ശുബ്ഹത്തുകളും ആശയക്കുഴപ്പങ്ങളും വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് ളലാലത്തിന്റെ ആളുകൾ. അതേപ്രകാരം തന്നെ മനസ്സിന്റെ ഇച്ഛകളെ പിടിച്ചു കെട്ടാൻ സാധിക്കാതെ വലിയ രീതിയിൽ ഷഹവാത്തുകൾ, അതിന്റെ ഫിത്നകൾ സമൂഹത്തിൽ വ്യാപൃതമാണ്. ഈ സന്ദർഭത്തിൽ ഈമാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി സത്യവിശ്വാസി അനിവാര്യമായും ചെയ്യേണ്ട കാര്യമാണ് അള്ളാഹുവിനോട് ദുആഇൽ ഇൽഹാഹ് ചെയ്യുക എന്നുള്ളത്. തുടരെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ മനുഷ്യന്റെ ഉപമ പറഞ്ഞതുപോലെ സമുദ്രത്തിന്റെ നടുവിൽ എങ്ങനെയാണോ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ഇതേ പ്രകാരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതൻ,
ഫിത്നകളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു കൊള്ളുക. സ്വഹാബികൾ ഉടനെ തന്നെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനൽ ഫിതൻ, ഞങ്ങൾ അള്ളാഹുവിനോട് ഫിത്നയെ തൊട്ട് രക്ഷ ചോദിക്കുകയാണ്. ഫിത്നകൾ തുടരെ തുടരെ, ഈ മനുഷ്യൻ സമുദ്രത്തിലെ തിരമാലകളെ പേടിച്ചുകൊണ്ടാണ് ദുആ ചെയ്തത് എങ്കിൽ അതിനേക്കാൾ മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നശിപ്പിക്കുന്ന ഫിത്നകൾ നമ്മിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ദുആഇൽ ഇൽഹാഹ് ഉണ്ടാവുക എന്നുള്ളത്, തുടരെ തുടരെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദുആ അത് തന്നെയാണ് ഇബാദത്ത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇബാദത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതിനാൽ തന്നെ ദുആ ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മറ്റൊരു അധ്യായം കൊണ്ടുവരികയാണ്. ഫസ്ലുൻ ഇസ്തിഅജാലു ഇസ്തിജാബത്തി ദുആ, ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കലാണ്. ദുആ ചെയ്യുമ്പോ പാലിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയാണ് അവന് അവധാനതയുണ്ടാകണം, സാവകാശം വേണം, അവൻ ക്ഷമയോടെ കാത്തിരിക്കണം, തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കണം, ധൃതി വെക്കാൻ പാടില്ല എന്നുള്ളത്. ധൃതി വെക്കുക എന്നുള്ളത് ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന് തടസ്സമായി തീരുന്ന കാര്യമാണ്. ഇമാം അവറുകൾ പറഞ്ഞു, വമിനൽ ആഫാത്തില്ലതി തംനഉ തറത്തുബ അസരി ദുആഇ അലൈ അൻ യസ്തഅജലൽ അബ്ദ്, ഒരടിമക്ക് ദുആഇന്റെ അസറുകൾ, അതിന്റെ റിസൾട്ട് വന്നെത്തുന്നതിനെ തടഞ്ഞു കളയുന്ന, തടുക്കുന്നതായ ആപത്തുകളിൽപ്പെട്ടതാണ്, ആഫാത്തുകളിൽപ്പെട്ടതാണ്, അപകടങ്ങളിൽപ്പെട്ടതാണ് ഒരടിമ അവൻ ധൃതി കാണിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ധൃതി കാണിക്കുന്നത്? വയസ്തബുതി അൽ ഇജാബ, ഉത്തരം കിട്ടുന്നതിനെ അവൻ ഉത്തരം കിട്ടുന്നതിലുള്ളതായ സാവകാശം അവന് നേരിടുന്നു. അവൻ ദുആ ചെയ്തു, പക്ഷേ അവന് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ വയസ്തബുതി അൽ ഇജാബ, ഉത്തരത്തിന് കാലതാമസം വരുന്നതായിട്ട് അവന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഫയസ്തഹ്സിറ, അവന് മടുപ്പുളവാകുന്നു. അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പക്ഷേ പ്രത്യക്ഷമായിട്ട് അവൻ ഉത്തരം ലഭിച്ചില്ല. ആ സന്ദർഭത്തിൽ അവൻ മടുപ്പുള്ളവനായി മാറുന്നു. വയദഅ ദുആ, എന്നിട്ട് അവൻ ദുആഇനെ ഉപേക്ഷിച്ച് കളയുന്നു. അത് വളരെ അപകടം നിറഞ്ഞ കാര്യമാണ്. ഇമാം അവറുകൾ അതിനൊരു ഉപമ പറയുകയാണ്. ഇവൻ വഹുവ ബിമൻസിലതി മൻ, ഒരാളെ പോലെയാണ് അവൻ. ഒരു മനുഷ്യൻ ബദറ ബദ്റൻ ഔ ഗറസ ഗർസൻ, അവനൊരു വിത്തിട്ടു, ഭൂമിയിൽ വിത്ത് വിതറി, അതല്ലെങ്കിൽ ഒരു ചെടി അവൻ നടുകയുണ്ടായി. നട്ടതിന് ശേഷം ഫജഅല യതഅഹദഹു വയസ്തി, ആ ചെടി വളർന്നു വരാൻ വേണ്ടി, ആ കൃഷി അവന് നല്ല രീതിയിൽ സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടി അതിലേക്ക് വെള്ളമൊഴിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതിന്റെ കമാലിയത്ത്, പരിപൂർണതയും അത് വിളവ് നൽകുന്നതിലുള്ളതായ കാലതാമസവും അവന് നേരിട്ട സന്ദർഭത്തിൽ തറക്കഹു വ അഹ്മല, അവൻ അതിനെ ഉപേക്ഷിച്ചു, അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇവനെ പോലെയാണ്. കൃഷി ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ പരിപാലിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിയിൽ ക്ഷമ അവലംബിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ വിളവ് നൽകുകയുള്ളൂ. കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ അത് തഴച്ചു വളരുമായിരുന്നു, അത് ഫലം നൽകുമായിരുന്നു, അതിൽ നിന്ന് കായ്കനികൾ അവന് ലഭിക്കുമായിരുന്നു. പക്ഷേ അവൻ ധൃതി കാണിച്ചപ്പോ അത് നശിച്ചുപോയി. ഇതേപോലെയാണ് ദുആ ചെയ്യുന്നു, പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുആഇനെ ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ ഇതുപോലെയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന് തെളിവായി കൊണ്ട് അദ്ദേഹം പറയുന്നു, വഫീ സ്വഹീഹിൽ ബുഖാരി മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ, നിങ്ങളിൽ ഒരാൾക്ക് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും. മാ ലം യഅജൽ, അവൻ ധൃതി കാണിക്കാത്ത കാലത്തോളം. യഖൂൽ, അവൻ പറയും, ദഅൗതു ഫലം യുസ്തജബ് ലി, ഞാൻ ദുആ ചെയ്തു പക്ഷേ എനിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ധൃതി കാണിക്കാത്ത കാലത്തോളം നിങ്ങളിൽ ഒരുവന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇപ്രകാരമാണ്, ഫീ സ്വഹീഹി മുസ്ലിം അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദ്, ഒരടിമക്ക് ഉത്തരം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിമി, അവൻ
പാപകരമായ പ്രാർത്ഥന നടത്താത്ത കാലത്തോളം, അതല്ലെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്താത്ത കാലത്തോളം, മാലം യസ്തഅജിൽ, അവൻ ഇസ്തിഅജാൽ ചെയ്യുന്നില്ല എങ്കിൽ, ധൃതി കാണിക്കുന്നില്ല എങ്കിൽ, അവൻ തെറ്റായ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നില്ല എങ്കിൽ ഒരടിമക്ക് അവന്റെ ദുആഇന് ഉത്തരം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഖീല യാ റസൂലല്ലാഹ് വമൽ ഇസ്തിഅജാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലയോ റസൂലേ, എന്താണ് ഇസ്തിഅജാൽ എന്ന് പറഞ്ഞാൽ? നബി പറഞ്ഞു, യഖൂൽ, അവൻ പറയും, ഖദ് ദഅൗതു വഖദ് ദഅൗത്, ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, ഫലം അറ യസ്തജീബു ലി, എനിക്ക് പക്ഷേ ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഫയസ്തഹസിറു ഇൻദ ദാലിക്, ആ സമയത്ത് അവനക്ക് മടുപ്പുളവാവുകയും വയദഉ ദുആ, ദുആഇനെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഇസ്തിഅജാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത് കാണാം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ അബ്ദു ബിഖൈരിൻ, ഒരടിമ നന്മയിലായിക്കൊണ്ടേയിരിക്കും, അവന് നന്മകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും, മാലം യസ്തഅജിൽ, അവൻ ധൃതി കാണിക്കാത്ത കാലത്തോളം. ഖാലു യാ റസൂലല്ലാഹ് കൈഫ യസ്തഅജിൽ, എങ്ങനെയാണ് ഇസ്തിഅജാൽ ചെയ്യുന്നത്? നബി പറഞ്ഞു, യഖൂലു ഖദ് ദഅൗതു റബ്ബി ഫലം യസ്തജിബ് ലി, എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു, എനിക്ക് ഉത്തരം ലഭിച്ചില്ല. ഇതാണ് ഇമാം അവർകൾ കൊണ്ടുവരുന്ന മറ്റൊരു അധ്യായം. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുആഇന് പ്രകടമായി നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് കരുതി ദുആഇനെ ഉപേക്ഷിച്ച് കളയുക എന്നുള്ളത്, ദുആഇനെ ഉപേക്ഷിച്ച് കളയൽ വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ്. ദുആ ചെയ്യാനുള്ള സൗഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ അവൻ സൗഭാഗ്യവാനാണ്, വിജയം നേടിയവനാണ്. പ്രത്യക്ഷത്തിൽ അവന് ഉത്തരം ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, അതിന്റെ റിസൾട്ട് അവൻ കാണട്ടെ കാണാതിരിക്കട്ടെ, അവൻ ദുആ ചെയ്യാനുള്ള സൗഭാഗ്യം അവനുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കാനുള്ള ഭാഗ്യം അവനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം, ലഅന അശദ്ദു ഖശ്യ അൻ ഉഹറമ മിന ദുആഇ മിൻ അൻ ഉഹറമ ബിൽ ഇജാബ. സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്, എനിക്ക് ഉത്തരത്തെ തടയപ്പെടുന്നതിനേക്കാൾ ഞാൻ കഠിനമായ രീതിയിൽ ഭയപ്പെടുന്ന കാര്യം ദുആ ചെയ്യുന്നതിനെ തൊട്ട് എന്നെ തടയപ്പെടലാണ്. ദുആ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാതിരിക്കലാണ്, ഉത്തരം ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഭയം. എനിക്ക് ഉത്തരം പ്രകടമായിട്ട് ലഭിക്കണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഒരാൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ, കൈ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കാൻ അവന് സാധിക്കുന്നില്ല എങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. അള്ളാഹു അവനെ ഖൈറിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, ധൃതി കാണിക്കാൻ പാടില്ല, അതിൽ അലസതയോ അവഗണനയോ ദുആഇനോട് പാടില്ല. എത്ര ക്ഷമിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും അതിനുശേഷം മറ്റൊരു അധ്യായം, ഔഖാത്തുൽ ഇസ്തിജാബ, ഉത്തരം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട സമയങ്ങൾ. ഒരു അടിമക്ക് എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നത് അവന്റെ ദുആഇന്? ഇമാം അവറുകൾ പറയുന്നു, വഇദാ ജുമിഅ മഅ ദുആഇ ഹുദൂറുൽ ഖൽബി വജംഇയ്യതുഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ്. ഒരു ദുആ, ആ പ്രാർത്ഥന ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എന്തിനോടുകൂടെ? ഹുദൂറുൽ ഖൽബിനോടുകൂടെ. ഹൃദയ സാന്നിധ്യവും ദുആഉം സംയോജിപ്പിച്ചാൽ ഒരാൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി ദുആ ചെയ്തു. വജംഇയ്യതുഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ്, അങ്ങനെ അവൻ ചോദിക്കുന്ന അവന്റെ ദുആ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിലേക്ക് അവൻ അതിനെ ബന്ധിപ്പിച്ചു, അതിനെ കൂട്ടിയോജിപ്പിച്ചു. അതായത് അള്ളാഹുവിന്റെ മുന്നിൽ അവൻ ദുആ ചെയ്യുകയാണ്, നല്ല ഹൃദയ സാന്നിധ്യമുണ്ട്, എന്താണ് അവൻ പറയുന്നത് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ നല്ല ബോധത്തോടു കൂടി ഹുദൂറുൽ ഖൽബോടു കൂടി ആരെങ്കിലും ദുആ ചെയ്താൽ, വസാദഫ വഖ്തം മിൻ ഔഖാത്തിൽ ഇജാബത്തി സിത്ത, ഉത്തരം നൽകപ്പെടുന്ന 6 വഖ്തുകളുണ്ട്, 6 സമയങ്ങളുണ്ട്. ആ സമയത്തോട് അത് യോജിച്ചു വരികയും ചെയ്താൽ, ഏതാണ് സമയം? വഹിയ അസ്സുലുസുൽ അഖീറു മിനൽ ലൈൽ, രാത്രിയിലെ അവസാനത്തെ, രാത്രിയുടെ അവസാനത്തെ 1/3. അതാണ് ഒരു പ്രധാനപ്പെട്ട സമയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് പല ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും ആ സമയത്ത്. എന്നിട്ട് അടിമകളോട് ചോദിക്കും, മൻ യസ്അലുനി, എന്നോട് ചോദിക്കുന്നവൻ ആരാണ്? അവന് ഞാൻ ഉത്തരം നൽകും. എന്നോട് ദുആ ചെയ്യുന്നവൻ ആരാണ്? അവന് നാം മറുപടി നൽകും.
എന്നോട് പാപമോചനം തേടുന്നവനാരാണ്, അവന് ഞാൻ പുറത്തു കൊടുക്കും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് രാത്രിയുടെ അവസാനത്തെ 1/3. ഈ സമയം ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. മറ്റൊന്ന് ഇമാം അവറുകൾ പറഞ്ഞു, വഇൻദൽ അദാൻ, ബാങ്കിന്റെ സന്ദർഭത്തിലാണ്, ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിലാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഇവിടെ ബാങ്ക് വിളിക്കുന്ന സന്ദർഭം എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാങ്ക് വിളിച്ച തൊട്ടു ഉടനെയുള്ള സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചില സ്വഹാബികൾ വന്ന് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനീങ്ങൾ ധാരാളം പ്രതിഫലങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു, അവർ ഞങ്ങളെക്കാൾ ധാരാളം ശ്രേഷ്ഠരായിരിക്കുന്നു, ഞങ്ങൾക്കും ആ ശ്രേഷ്ഠത ലഭിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അവര് പറയുന്നത് പോലെ നിങ്ങളും പറയുക. മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങളും അതുപോലെ പറയുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫഇദൻ ദഹൈത ഫസൽ തുഅത, അങ്ങനെ ബാങ്ക് തീർന്നു കഴിഞ്ഞാൽ അതിന് മറുപടിയും നീ പറഞ്ഞു കഴിഞ്ഞാൽ ഫസൽ തുഅത, നീ ചോദിച്ചു കൊള്ളുക, അല്ലാഹുവിനോട് അത് നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വീകാര്യയോഗ്യമായ ഹദീസിലുള്ളതാണ്. അതായത് ബാങ്ക് വിളിച്ചതിന് ഉടനെ, ബാങ്കിന് മറുപടി പറഞ്ഞതിന് ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് സുന്നത്തുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസീല ചോദിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുശേഷം അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. ചോദിച്ചാൽ ആ സന്ദർഭത്തിൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ഇൻദൽ അദാൻ, ബാങ്കിന്റെ സന്ദർഭത്തിൽ. വീണ്ടും പറഞ്ഞു വബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, അത് ഇതുകൂടാതെയുള്ള സമയമാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുആ ബൈനൽ അദാനി വൽ ഇഖാമത്തി ലാ തുറദ്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ളതായ ചോദ്യത്തെ, ദുആഇനെ അള്ളാഹു തള്ളിക്കളയുകയില്ല, തള്ളപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇമാം അവറുകൾ പറഞ്ഞു, അടുത്ത ഒരു സമയം ഫർള് നമസ്കാരങ്ങൾക്ക് ഉടനെ, ഫർള് നമസ്കാരങ്ങൾക്ക് പിന്നാലെയുള്ളതായ ദുആ, ഈ സമയം ഉദ്ദേശിക്കുന്നത് ഓരോ നമസ്കാരങ്ങൾക്കും ശേഷം സലാം വീട്ടുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളുണ്ട്. തശഹൂദിന് ശേഷം, സ്വലാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ വന്നിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്ന ദുആകൾ തെരഞ്ഞെടുത്തവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ഹദീസുകളിൽ കാണാം. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും മറ്റൊരു സമയം, വഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുമുഅ അലൽ മിൻബർ ഹത്താ തുഖ്ള സ്വലാത്ത് മിൻ ദാലികൽ യൗം, ജുമുഅ ദിവസം ഇമാമ് മിമ്പറിലേക്ക് കയറുന്നതായ സന്ദർഭം, കയറിയത് മുതൽ നമസ്കാരം വീട്ടപ്പെടുന്നത് വരെയും, ജുമുഅ നമസ്കാരം വീട്ടപ്പെടുന്നത് വരെയുമുള്ളതായ സമയം, ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട്. ജുമുഅ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജുമുഅ ദിവസം വളരെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. ആ ദിവസത്തിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന, ആരെങ്കിലും നമസ്കരിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ സമയവുമായി യോജിച്ചു വന്നാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും, അവന്റെ ആവശ്യങ്ങൾക്ക് അള്ളാഹു മറുപടി നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 അഭിപ്രായമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നമസ്കാരം വീട്ടുന്നത് വരെയുള്ള സമയം. ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതിനിടയിൽ പ്രാർത്ഥിക്കാനുള്ള സമയം, ഇമാം ഖുതുബയ്ക്ക് ഇടയിൽ ഇരിക്കുന്ന സന്ദർഭം പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നമസ്കാരത്തിൽ ധാരാളം സമയമുണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഫാത്തിഹയാണ്. ഫാത്തിഹക്ക് ഒരു മനുഷ്യന് അള്ളാഹു ഉത്തരം നൽകിയാൽ അത് തന്നെ അവന് മതി. അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അവൻ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യത്തിന് മറുപടി ലഭിച്ചാൽ മതി. അപ്പൊ ജുമുഅ നമസ്കാരത്തിലെ ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധയോടെ നമസ്കരിക്കേണ്ടതാണ്. ജുമുഅ നമസ്കാരം വളരെ പ്രാധാന്യമുള്ളതാണ്. ദീർഘനേരം ഖുത്ബ പറയുകയും എന്നിട്ട് വളരെ വേഗതയിൽ കഴിച്ചു തീർക്കേണ്ട നമസ്കാരമല്ല ജുമുഅ നമസ്കാരം. ജുമുഅ ഖുത്ബകൾ കുറയ്ക്കുകയും നമസ്കാരം നല്ല രീതിയിൽ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
ജുമുഅ നമസ്കാരത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ പ്രകാരം തന്നെ നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാം. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണത്. ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടും. ആ സമയത്ത് അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒടുവിൽ തശഹൂദിന് ശേഷമുള്ള പ്രാർത്ഥന, ഇതൊക്കെ ഉത്തരം ലഭിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോ ഇമാമ് മിമ്പറിൽ കയറിയത് മുതൽ നമസ്കാരം വീട്ടുന്നത് വരെയുള്ള സമയം. വീണ്ടും പറഞ്ഞു വആഖിറു സഅത്തിൻ ബഅദൽ അസ്ർ, അസ്റിന് ശേഷമുള്ളതായ അവസാനത്തെ സമയമാണ് എന്നും ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ സമയവും ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിരിക്കുന്നതാണ്. ഈ രണ്ട് സമയവും എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പുറമെ ജുമുഅ ദിവസം ആദ്യാവസാനം ദുആക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ പാലിക്കണമെന്നും ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആരെങ്കിലും ഈ രീതിയിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ ദുആ ചെയ്യുകയും ഉത്തരം ലഭിക്കപ്പെടുന്ന ഈ 6 സമയങ്ങളോട് അവന്റെ പ്രാർത്ഥനകൾ യോജിച്ചു വരികയും ചെയ്താൽ, വീണ്ടും ഇമാം പറഞ്ഞു വസാദഫ ഖുശൂഅൻ ഫിൽ ഖൽബ്, ആ പ്രാർത്ഥനയിൽ അവന്റെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാവുകയും ചെയ്താൽ, വൻകിസാറൻ ബൈന യദൈർ റബ്ബി വദുല്ലതൻ ലഹു വതദറുഅൻ വരിഖ, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് താഴ്മയോടെ വിനയത്തോടെ അവന്റെ ബലഹീനതയെ അവൻ പ്രകടിപ്പിച്ചുകൊണ്ട് ആണ് ഈ പ്രാർത്ഥന നടത്തുന്നത് എങ്കിൽ അതാണ് മറ്റൊരു മര്യാദ. വളരെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു നിന്റെ സഹായം കൊണ്ട് മാത്രമേ എന്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ബോധം അവന്റെ ഹൃദയത്തിൽ വേണം. അത് അള്ളാഹുവിനോട് പ്രകടിപ്പിക്കുകയും വേണം. താഴ്മയും വിനയവും പ്രാർത്ഥനയിൽ അവൻ പ്രകടമാക്കണം. മാത്രമല്ല വസ്തഖ്ബല ദാഇ അൽ ഖിബ്ല, ദുആ ചെയ്യുന്നവൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണം. വകാന അലാ ത്വഹാറ, അവൻ ശുദ്ധിയുടെ മേലായിരിക്കണം. അതും മറ്റൊരു മര്യാദയാണ്. വറഫഅ യദൈഹി ഇലല്ലാഹ്, രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക് അവൻ ഉയർത്തണം. അതും വേറെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതേ പ്രകാരം വബദഅ ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി, പ്രാർത്ഥനയുടെ ആരംഭം അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ സനാ ചെയ്തുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് കൊണ്ടാവുകയും ചെയ്താൽ, ثم ثنى بالصلاة على محمد عبده ورسوله صلى الله عليه وسلم, അല്ലാഹുവിനെ സനാ ചെയ്തതിനു ശേഷം ഹംദ് പറഞ്ഞതിനു ശേഷം രണ്ടാമതായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് പറയുകയും ചെയ്താൽ, അതിനുശേഷം ثم قدم بين يدي حاجته التوبة والاستغفار, അതിനുശേഷം അവന്റെ കാര്യം അവൻ അല്ലാഹുവിനോട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യണം? തൗബയും ഇസ്തിഗ്ഫാറും മുന്തിക്കണം. അപ്പോ ഈ പറയുന്ന മര്യാദകളെല്ലാം പാലിച്ചു, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നു, ശുദ്ധിയോടുകൂടിയിട്ട് കരങ്ങൾ ഉയർത്തി ഹംദ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറഞ്ഞ് അതിനുശേഷം അവൻ തൗബയും ഇസ്തിഗ്ഫാറും മുന്തിക്കണം. അതിനുശേഷം സുമ്മ ദഖല അലല്ലാഹ്, പിന്നീട് അവൻ അല്ലാഹുവിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ അല്ലാഹുവിലേക്ക് ഉള്ള ദുആയിൽ പ്രവേശിക്കണം. വഅലഹ അലൈഹി ഫിൽ മസ്അല, എന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ തുടരെ ആവർത്തിച്ചുകൊണ്ട് താണ് കേണ് അവൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കണം. വതമല്ലഖഹു എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കലാണ്. വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാണ് വതമല്ലഖഹു എന്ന് പറയുന്നത്. അവന്റെ വാക്കുകളിലൂടെ അള്ളാഹുവിന്റെ സ്നേഹത്തെ അവൻ തേടലാണ്. അതിനൊരു പ്രത്യേകതയുണ്ട് ആ വാക്കിന്. അങ്ങനെ സ്നേഹം തേടുന്ന വാക്കുകൾ പറയുമ്പോൾ അവന്റെ ഹൃദയത്തിലുള്ളതിന് എതിരാകാൻ പാടില്ല. അത് അവന്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതിന് അനുസരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു. വദആഹു റഗ്ബതൻ വറഹ്ബ, എന്നിട്ട് വളരെ പേടിയോടുകൂടി പ്രതീക്ഷയോടുകൂടി അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മാത്രമല്ല വതവസ്സല ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി വതൗഹീദി, അല്ലാഹുവിലേക്ക് അവൻ തവസ്സുലാക്കുന്നു. അല്ലാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് അല്ലാഹുവിന്റെ സിഫാത്തുകൾ കൊണ്ട് തൗഹീദിനെ മുൻനിർത്തിക്കൊണ്ട് അവൻ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തി, അല്ലാഹുവിന്റെ ഇസ്മുകളെ മുൻനിർത്തി, അല്ലാഹുവിന്റെ സിഫാത്തുകളെ മുൻനിർത്തി അവൻ ചോദിക്കുന്നു. വീണ്ടും ഇമാം പറഞ്ഞു വഖദ്ദമ ബൈന യദൈ ദുആഇഹി സദഖ, അവന്റെ ദുആഇന് മുമ്പ് അവൻ ഒരു സദഖയെ മുന്തിക്കുകയും ചെയ്താൽ, അത് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നതല്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാൻ, അപകടങ്ങൾ നീക്കം ചെയ്യാൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്
എന്ന് മൊത്തത്തിൽ ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു സദഖ ചെയ്യുകയും ചെയ്തതിന് ശേഷം അവൻ ദുആ ചെയ്താൽ ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന ഒരിക്കലും തന്നെ തട്ടപ്പെടുകയില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്. ഈ പറയുന്ന നിബന്ധനകൾ, മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ അവന്റെ ദുആഇനെ തട്ടപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞു വലാസിയമ ഇൻ സ്വാദഫൽ അദ്ഇയതല്ലതി അഖ്ബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ മദിന്നത്തുൽ ഇജാബ. പ്രത്യേകിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരത്തിന്റെ മദിന്നത്താണ്, മൗദിആണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നതായ ചില പ്രാർത്ഥനകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞു, ആ പ്രാർത്ഥന നടത്തിയാൽ അവന് ഉത്തരം ലഭിക്കും. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മുൽ ആഅളം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് ചില പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് പ്രത്യേകം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് എങ്കിൽ പ്രത്യേകിച്ചും ആ ദുആ ഈ സമയങ്ങളോട് യോജിച്ചു വരികയും ഈ നിബന്ധനകൾ പാലിക്കപ്പെടുകയും ചെയ്താൽ അതൊരിക്കലും തള്ളപ്പെടുക തന്നെ ഇല്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇമാം കൊണ്ടുവരുന്നത് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ്. അപ്പൊ ഈ നിബന്ധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുആക്ക് ഉത്തരം നൽകുന്നതായ സമയങ്ങളുമായിട്ട് യോജിച്ചു വരിക എന്നുള്ളത്, ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത്, ഖിബലയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത്, അതേപ്രകാരം തന്നെ ശുദ്ധി ഉണ്ടാവുക, കൈകൾ ഉയർത്തുക, ഹംദ് കൊണ്ട് തുടങ്ങുക, അള്ളാഹുവിന് സനാഅ് പറയുക, സ്വലാത്ത് പറയുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ പറയുക. അതിനുശേഷം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ താഴ്മയോട് കൂടിയിട്ട് അവന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എങ്കിൽ അതിന് ഉത്തരം നൽകപ്പെടും. പ്രത്യേകിച്ച് ഇനി പറയപ്പെടാൻ പോകുന്നതായ പ്രാർത്ഥനകളാണ് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് എങ്കിൽ. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫമിൻഹാ മാ ഫി സുനനി വസഹീഹ് ഇബ്നു ഹിബ്ബാൻ من حديث عبد الله بن بريدة عن أبيه أن رسول الله صلى الله عليه وسلم سمع رجلا يقول. ഇമാം ഇബ്നുൽ ഹിബ്ബാൻ അതേപ്രകാരം സുനനുകളിലെല്ലാം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. അത് ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടു. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഫഖാൽ, ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഖദ് സഅലല്ലാഹ ബിൽ ഇസ്മിൽ അഅ്ളം. അദ്ദേഹം ഇസ്മുൽ ആഅളം കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ആഅളമായ ഇസ്മു കൊണ്ടാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. അല്ലദീ ഇദാ സുഇല ബിഹി അഅതാ, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ അല്ലാഹു അവന് കൊടുക്കും. വ ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് ദുആ ചെയ്യപ്പെട്ടാൽ അല്ലാഹു അവന് ഉത്തരം നൽകും. അങ്ങനെയുള്ള ഇസ്മുൽ ആഅളം ഉള്ളതായ ഒരു പ്രാർത്ഥനയാണ് അവൻ നടത്തിയിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. തൗഹീദിനെ മുൻനിർത്തിയാണ്, നാം നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദിനെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത്. അല്ലാഹുവേ, നീയല്ലാതെ ഇബാദത്തിന് അർഹനായി ആരും തന്നെയില്ല എന്ന എന്റെ സാക്ഷ്യത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, എന്ന ഷഹാദത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ്, അഹദായവനാണ് നീ, ഏകനാണ്, ഒരു രീതിയിലുമുള്ള ശരീക്കുകളുമില്ലാത്ത പങ്കാളികളുമില്ലാത്ത ഏകനാണ്. സ്വമതാണ് നീ, എല്ലാവരും ആശ്രയിക്കുന്ന നിരാശ്രയനായവനാണ് നീ. അള്ളാഹുവിന്റെ സിഫാത്തുകൾ മുഴുവനും പരിപൂർണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ പരിപൂർണ സിഫാത്തുകൾക്കും ഉടയവനായ അള്ളാഹു, അവനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. എല്ലാ ആവശ്യങ്ങൾക്കും അവനെ ആശ്രയിക്കുന്നു. അതാണ് അസ്വമദിന്റെ അർത്ഥം. അവന്റെ സിഫാത്തുകൾ മുഴുവനും പരിപൂർണമായതിനാൽ, സമ്പൂർണമായതിനാൽ സകല ആവശ്യങ്ങൾക്കും സകലരും അവനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള സ്വമതാണ് നീ. അല്ലദീ ലം യലിദ്, നീ ആരെയും പ്രസവിച്ചിട്ടില്ല.
സന്താനങ്ങൾക്ക് നീ ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടവനല്ല നീ പ്രസവിക്കപ്പെടുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, നിനക്ക് സമാനനായി തത്തുല്യനായി ആരും തന്നെയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും പറഞ്ഞുകൊണ്ടുള്ളതായ ഈ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ചോദിച്ചിരിക്കുന്നത് ഇസ്മുൽ ആളം കൊണ്ടാണ്. അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ലഫ്ള് പ്രകാരം ഇങ്ങനെയാണ്, ലഖദ് സഅൽത അല്ലാഹ ബിസ്മിഹിൽ അഅ്ലം, തീർച്ചയായും നീ ചോദിച്ചിരിക്കുന്നത് ഇസ്മുൽ ആളം കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, വഫി സുനനി വസഹീഹ് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിലും മറ്റു സുനനുകളിലുമെല്ലാം ഉദ്ധരിക്കപ്പെട്ടതാണ്. അയ്ളൻ മിൻ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ വറജുലുൻ യുസല്ലി. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്, ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്. ثم دعا فقال, അങ്ങനെ നമസ്കരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്തു, اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅല അല്ലാഹ ബിസ്മിഹിൽ അദീം, തീർച്ചയായും അവൻ ചോദിച്ചിരിക്കുന്നത് ഇസ്മുൽ അദീം കൊണ്ടാണ്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ടാൽ അതിന് ഉത്തരം നൽകും. വഇദാ സുഇല ബിഹി അഅത, അതുകൊണ്ട് അവനോട് ചോദിക്കപ്പെട്ടാൽ അവൻ ഉത്തരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ്, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്നെ ഹംദ് ചെയ്യുന്നതിനോടുകൂടെ, എല്ലാവിധ ഹംദുകളും നിനക്കാണെന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നെ ഹംദ് ചെയ്യുന്നതിനോടുകൂടെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇബാദത്തിന് അർഹതയുള്ള ആരും തന്നെയില്ല. അൽ മന്നാൻ, നീ മന്നാനാണ്, ധാരാളം നന്മകൾ ധാരാളം നിഅമത്തുകൾ ചൊരിയുന്നവനാണ് നീ. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ അതിനെ സൂക്ഷ്മമായി സൃഷ്ടിച്ചവനാണ് നീ. യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ മഹത്വത്തിനും എല്ലാവിധ ആദരവിനും ഉടമയായവനെ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, സകലതിനെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നവനായവനെ എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇസ്മുൽ ആളം കൊണ്ടാണ്, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ അതിന് മറുപടി നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയുണ്ടായി. വീണ്ടും വഅഖറജൽ ഹദീസൈനി അൽ ഇമാം അഹ്മദ് ഫി മുസ്നദി, ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വഫി ജാമിഅ തിർമിദി, ഇമാം തുർമിദി ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം, മിൻ ഹദീസ് അസ്മാ ബിൻത് യസീദ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അസ്മാ ബിൻത് യസീദ് റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇസ്മുല്ലാഹിൽ അഅ്ലം ഫി ഹാതൈനിൽ ആയതൈൻ, അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം ഈ രണ്ട് ആയത്തുകളിലുണ്ട്. ഏതാണ്? വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്നുള്ള ആയത്തിലും, വഫാത്തിഹത്തി ആലി ഇംറാൻ, ആലി ഇംറാനിന്റെ തുടക്കത്തിലുള്ള അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതായ ആയത്തിലും ഇസ്മുൽ അഅ്ലം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല തിർമിദി ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. വീണ്ടും മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോ ഇവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇസ്മുൽ അഅ്ലം കൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. ഇസ്മുൽ അഅ്ലം ഏതാണെന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉലമാക്കൾക്ക്. 20-ലധികം അഭിപ്രായങ്ങൾ ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ചില ഉലമാക്കൾ പറയുന്നു അത് അല്ലാഹ് എന്നുള്ള ഇസ്മു തന്നെയാണ്. ലാ ഇലാഹ ഇല്ലാഹു എന്നുള്ളതാണ്. യാ ഹയ്യു യാ ഖയ്യൂം, അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളതാണ്. അർ റഹ്മാൻ അർ റഹീം എന്നുള്ളതാണ്. എന്നെല്ലാം ഉലമാക്കൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ ഹദീസുകളിൽ നിന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും വീണ്ടും ഇമാം അഹ്മദ് ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്,
ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ സ്വഹീഹിലും കൊണ്ടുവന്നിരിക്കുന്നു. മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു വ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വ റബീഅത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു ഖാൽ അലിദു ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതായ പ്രാർത്ഥനയെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. യാനി തഅല്ലഖു ബിഹാ വൽസമുഹാ വദാവിമു അലൈഹാ, അതായത് അതുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തുക, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക, അതിനെ നിങ്ങൾ സ്ഥിരമാക്കിക്കൊള്ളുക. യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതിനെ. മറ്റൊരു ഹദീസിൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഫി ജാമിഉ തുർമുദി മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അഹമ്മഹു അൽ അംർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി കഴിഞ്ഞാൽ, ഏതെങ്കിലും കാര്യങ്ങൾ നബിക്ക് ദുഃഖമുണ്ടാക്കി കഴിഞ്ഞാൽ, റഫഅ റഅസഹു ഇല സമാ, നബി ആകാശത്തേക്ക് തന്റെ തല ഉയർത്തുമായിരുന്നു. വഇദ ജിത്തഹദ ഫി ദുആ, അങ്ങനെ ദുആഇന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിച്ചാൽ ഖാൽ പറയും, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഹദീസിൽ ചില ദുആഫുകൾ ഉണ്ടെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് മറ്റ് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. അതേപ്രകാരം തന്നെ ഇമാം തുർമുദി ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, قال كان النبي صلى الله عليه وسلم اذا حزبه امر, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതെങ്കിലും ഒരു പ്രയാസം നബിയെ വലച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കി കഴിഞ്ഞാൽ നബി പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. സ്വീകാര്യ. അപ്പോൾ ഈ ഹദീസുകളിലൂടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ കൊണ്ടുവരുന്നത്, അള്ളാഹുവിന്റെ അഅ്ളമായ ഇസ്മു കൊണ്ട് ദുആ ചെയ്താൽ അതിന് ഉത്തരം നൽകപ്പെടും. അത് ഏതാണ് എന്നതിലേക്ക് സൂചന നൽകുന്ന ഹദീസുകളാണ് കൊണ്ടുവരുന്നത്. മറ്റൊരു ഹദീസ് കാണാം, ഇമാം ഹാക്കിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മിൻ ഹദീസ് അബീ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ളം ഫീ സലാസി സൂവരിൻ മിനൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ളം പരിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകളിലുണ്ട്. ഏതാണ് ആ സൂറത്ത്? അൽ ബഖറ, സൂറത്തുൽ ബഖറയിലാണ്. അതായത് ആയത്തുൽ കുർസിയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അൽ ഹയ്യുൽ ഖയ്യൂം. വ ആലി ഇംറാൻ, ആലി ഇംറാനിലുണ്ട് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അതേ പ്രകാരം വ ത്വാഹ വ അനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ 3 ആയത്തുകളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല അൽ ഖാസിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫൽതമിസ്തുഹാ ഫഇദാ ഹിയ അൽ ഹയ്യുൽ ഖയ്യൂം. അതിനെക്കുറിച്ച് ഞാൻ പരിശോധിച്ചു, അപ്പോൾ മനസ്സിലായത് ഏതാണ്? അൽ ഹയ്യു അൽ ഖയ്യൂം എന്നുള്ളതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇസ്മുൽ അഅ്ളം ഏതാണെന്നതിനെ സംബന്ധിച്ച് ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ്, അല്ലെങ്കിൽ യാ ദുൽ ജലാലി വൽ ഇക്റാം എന്നതാണ്, അല്ലാഹ് എന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കലാണ് എന്നെല്ലാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ എന്തുകൊണ്ടും എന്താണ് ഉത്തരം നൽകപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം അതിൽ ഇസ്മുൽ അഅ്ളം ഉണ്ട്. അത് മുന്നോടിയായി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആഇന്റെ സ്വീകരിക്കുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട ഇനങ്ങളും അതേപ്രകാരം പ്രയാസഘട്ടങ്ങളിലും ദുഃഖത്തിന്റെ ഘട്ടങ്ങളിലും പറയേണ്ട പ്രാർത്ഥനകളും ദുആഉമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യർക്ക് ഉള്ള ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ, ചില ശുബ്ഹത്തുകൾ, ചില ആളുകൾ ഉന്നയിക്കുന്ന ചില വാദഗതികൾ, അതിനെല്ലാം മറുപടിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശൈഖ് അവറുകൾ ശേഷം കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഇതിനെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ